ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. തിരുവചനത്തിൻ്റെ ചില സന്ദേശങ്ങൾ അറിയിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വാക്യം വായിക്കുന്നു. യഹോവയെ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. സ്തോത്രം. സങ്കീർത്തനം 145:18 വാക്യം. സങ്കീർത്തനം 145:18. ഹല്ലേലൂയ. ഒന്ന്, അവനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥൻ. രണ്ട്, സത്യമായി വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനാണ്. ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളെ അപേക്ഷിക്കുമ്പോൾ ദൈവം ഈശോയോട് അപേക്ഷ കേട്ട് വിടുതൽ നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് യാതൊരു സംശയമില്ല, നമുക്ക് ദൈവത്തിൻ്റെ അരികിലേക്ക് കടന്നു ചെന്ന് നമുക്ക് അപേക്ഷിക്കാം. ആവശ്യങ്ങളെ അനുദിനമായി നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം വിശ്വസിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിൽ അനുദിന ആവശ്യങ്ങളെ നടത്തുവാൻ അല്ലെങ്കിൽ പോറ്റുവാൻ ഒരു കഴിവുള്ള ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് നമുക്ക് ധൈര്യമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, അപേക്ഷിക്കുകയും ചെയ്യാം. സമീപസ്ഥനായ ദൈവമാണ്, കാരണം ദൂരസ്ഥനായ ദൈവമല്ല. അതായത് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അമേരിക്കയിൽ നിൽക്കുന്ന ദൈവമല്ല, ഇംഗ്ലണ്ടിലോ യൂറോപ്പിലോ അത്രയും ദൂരയിൽ നിൽക്കുന്ന ദൈവമല്ല. നമ്മുടെ സമീപസ്ഥ, അതായത് നാം എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ അരികിലുണ്ട്. സത്യമായി വിളിച്ചപേക്ഷിക്കുമ്പോൾ ഒരു സത്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കൃപ പോകുന്ന സംഭാഷണങ്ങളും കൃപ നഷ്ടപ്പെടുന്ന ജീവിതങ്ങളും ലോകത്തിൽ അനവധിയുണ്ട്. നമ്മുടെ കൃപ നഷ്ടമാക്കുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങളും സംഭാഷണങ്ങളും ലോകത്തിൽ മനുഷ്യരുടെയിലുണ്ട്. നമുക്ക് കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക ഒരു നാളരുത്. കാരണം എന്ന് പറഞ്ഞാൽ പാപം ചെയ്താൽ കൃപ നഷ്ടപ്പെടും. ഇന്ന് പലരും കൃപ പലർക്കും വേണ്ട. പലരും ദൈവത്തിലുള്ള കൃപ പലർക്കും താല്പര്യമില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവർക്കും ജീവിക്കണം, സമ്പത്തുണ്ടാകണം, മറ്റുള്ളവരെയും കാര്യം നല്ല നിലയിൽ എത്തണം എന്നുള്ള ഓട്ടവും ജീവിതമാണ്. കൃപയ്ക്കായി അവർ പ്രാർത്ഥിക്കുകയോ കൃപയായി ജീവിക്കുകയോ പോകുന്ന അവർക്ക് താല്പര്യമില്ല. ചള്ളായ സംസാരങ്ങൾ, ഇടക്കാരിയിലുള്ള സംസാരങ്ങളാണ് പലപ്പോഴും നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലർ വിചാരിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് എന്തും സംസാരിക്കാമെന്നാണ്. അങ്ങനെ വേദവചനത്തിലൊന്നും അങ്ങനെയില്ല. എന്തും സംസാരിക്കുവാനും എന്തും പ്രവർത്തിക്കുവാനോ ഒന്നും വേദപുസ്തകത്തിൽ അനുവാദമില്ല. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരെങ്കിലും അങ്ങനെ പ്രവർത്തിക്കുന്നെങ്കിൽ കൃപ നഷ്ടപ്പെടും എന്നേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും സംഭവിക്കത്തില്ല. കാരണം പിന്നെ ദൈവത്തിൻ്റെ ചെറിയ ബാലശിക്ഷകൾ ദൈവം തരും. എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുകയോ പറയുകയോ ചെയ്താൽ ദൈവം അതിനുള്ള തക്കതായ ഫലം തരുന്ന ദൈവമാണ്. പാപം ചെയ്താൽ കൃപ നഷ്ടപ്പെടും. വേണ്ടാതാനും പറഞ്ഞാൽ കൃപ നഷ്ടപ്പെടും. മനുഷ്യൻ്റെ വായ് എന്ന് പറയുന്നത് ഇങ്ങനെ ചലചലിതാന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അല്ലാത്ത കൃപ പോകുന്ന നഷ്ടമാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് നമുക്ക് കാണാൻ കഴിയും. ഒരു തീക്കൊള്ളി വലിയ കാട് കത്തിക്കാമെന്നാണ് ദൈവജനം പറയുന്നത്. നാവ് ഒരു വലിയ
തീക്കൊള്ളി പോലെയാണ്. സ്തോത്രം. ആ നാവ് സംസാരിക്കുന്ന വാക്കുകൾ ഒരുവനെ നല്ല രീതി ആക്കാനും കഴിയും, ഒരുവനെ ചളിലേക്ക് നടത്താനും കഴിയും. ഒരു നല്ല മനുഷ്യന് മോശമായി പറഞ്ഞാൽ അതേ നല്ല രീതിയിൽ തന്നെ പോകാൻ, ജീവിക്കാൻ പ്രതിഷ്ഠ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പോകാൻ കഴിയും. ചിലർ എന്തെങ്കിലും പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ആ രീതിയിലാണ് പോകുന്നത്. പ്രൈസലോട്. ഇപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ലോകത്തിൽ മനുഷ്യൻ്റെ സംഭാഷണത്തിന് വലിയ യാഥാർത്ഥ്യങ്ങളുണ്ട്. പ്രൈസലോമേശ്വരം. പിന്നെ ദൈവം നീതിമാനായിരിക്കുന്നത് കൊണ്ട് ഒരു വ്യക്തിയെക്കുറിച്ച് എന്ത് ദോഷമായി പലതും പറഞ്ഞാൽ തന്നെയും ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടെങ്കിൽ അതൊന്നും ഇറക്കത്തില്ല. ദൈവം നമ്മെ അവിടെ നിന്നൊക്കെ വിടുവിച്ച് ദൈവം നടത്തുവാനിടയായിത്തീരും. സ്തോത്രം. അതുപോലെ നാവ് ഒരു ആയുധമാണ്. അത് വേണ്ടുന്ന രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാവ് സംസാരിച്ച് നോക്കുക. കർത്താവിൻ്റെ നാവിൽ വന്ന വചനങ്ങളൊക്കെ വലിയ അർത്ഥവത്യമുള്ളതാണ്. കർത്താവ് പറയുമ്പോൾ തന്നെ പലതും നടക്കുകയും പ്രവർത്തിക്കുകയും അത്ഭുതങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കർത്താവിൻ്റെ സംഭാഷണത്തിന് ശക്തിയുണ്ട്. സുവിശേഷങ്ങളിൽ നാം കാണുന്നുണ്ട്, അന്ധന്, കുരുടർ, ചെകിടർ, പക്ഷപാതകർ, മരിച്ചവരേക്ക് ഉയർത്തി. ദൈവത്തിൻ്റെ നാവിനാൽ തന്നെ അത് സംഭവിക്കുന്നു. സമാധാനമില്ലാത്തവർക്ക് യേശു സമാധാനം കൊടുത്ത് രോഗികൾ സൗഖ്യമായി. ഒക്കെ ദൈവത്തിൻ്റെ സംഭാഷണത്തിന് ജീവനുണ്ട്. അതുപോലെ പ്രതിഫലിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ സംഭാഷണത്തിൽ പലപ്പോഴും ഒന്നും പ്രതിഫലിക്കാത്തതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ കൃപയില്ലാത്തതുകൊണ്ടാണ്. കൃപയോടുകൂടി പുനരുചിയുള്ള സംസാരം കൃപയോടുകൂടി തന്നെയാണെങ്കിൽ ചിലതൊക്കെ സംഭവിക്കും. ഈ പ്രവചന ദൂതെന്ന് പറയുന്നത് കൃപയോടുള്ളതാണ്. സംസാരിക്കുമ്പോൾ അതുപോലെ സംഭവിക്കും. ആ വ്യക്തി അത്രത്തോളം വിശുദ്ധിയും വേർപാടും നല്ല രീതിയിൽ പോയെങ്കിലേ ആ കൃപ നമുക്ക് ലഭിക്കാൻ കഴിയും. എല്ലാവർക്കും ഒന്നും കൃപയും ദൈവം എടുത്തു കൊടുക്കത്തില്ല. തോന്നിയാണെങ്കിൽ ജീവിച്ചിട്ട് അങ്ങ് കൃപ കൊടുക്കുകയല്ല ദൈവം. ജീവിതത്തിൻ്റെ ക്രമത്തിൽ വരുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം കൃപകൾ കൊടുക്കും. അങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. അനേകരുടെ കൃപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്. സംസാരം, ജീവിതം, ചള്ളുവാക്കുകൾ, കൊള്ളരായ്മ എന്ന് പറയുമ്പോൾ കൃപ നഷ്ടപ്പെടും. അനേക വിശ്വാസികൾക്ക് കൃപയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർ സംസാരത്തിൽ കൂടിയും അവരുടെ ഇടപെടലിൽ കൂടിയും അവരുടെ സഹകരണത്തിൽ കൂടിയും പാപത്തിന് വഴികളിൽ പോയി അവർ വല്ലാതെ പ്രീശലാമി പാപം വന്ന് കൃപ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നിൽ കേൾക്കുന്ന പ്രിയരെ, സ്തോത്രം, കൃപ നിലനിർത്തിക്കൊണ്ട് ജീവിച്ചാൽ നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകും. കൃപ വേണം. കൃപയിൽ നമ്മൾ ജീവിക്കണം. വിശുദ്ധിയോട് വേർപാടോടെ ചള്ളുവാക്കുകൾ സംസാരിക്കാതെ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു അനുഭവം നമ്മൾ കണ്ടെത്തണം. അപ്പോഴേ നമുക്ക് കൃപയുണ്ടാകും. പലരും പ്രാർത്ഥിക്കുന്നുണ്ട്, കൃപയുള്ള പ്രാർത്ഥനയൊന്നുമല്ല. പലരും പ്രസംഗിക്കുന്നുണ്ട്, കൃപയൊന്നുമില്ല. ചില ആരാധിക്കുന്നുണ്ട്, കൃപയൊന്നുമില്ല. ശാരീരികമായ അവസ്ഥയിലുള്ള ആ ശബ്ദത്തിൽ കൂടെയൊക്കെയാണ് ദൈവത്തെ ആരാധിക്കുന്നത്. കൃപയോടുള്ള ആരാധനയും കൃപയോടുള്ള പ്രസംഗവും കൃപയോടുള്ളതായ ദൂതുകൾ വന്നാൽ സ്തോത്രം അവിടെ വിടുതൽ വ്യാപരിക്കും. സ്വതകൃപ, കൃപയിൽ കൂടെ മാത്രമേ നമുക്ക് ജീവിതത്തിൽ സ്തോത്രം യാഥാർത്ഥ്യമായി നമുക്ക് ദൈവത്തിൻ്റെ നന്മകൾ അനുഭവിക്കാൻ കഴിയും. ഇവിടെ രണ്ടുപേര് പ്രാർത്ഥിക്കാൻ പോയവരെ കുറിച്ച് കാണിക്കുന്നു. ചുങ്കക്കാരനും അതുപോലെ ലേവ്യനും. രണ്ടുപേരും പ്രാർത്ഥിച്ചത് രണ്ട് രീതിയിലാണ്. ഈ രണ്ടുപേരുടെയും പ്രാർത്ഥന ബന്ധുക്കോസുകാരുടെ ജീവിതത്തിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഒരാൾ നീതീകരിച്ച് പ്രാർത്ഥിച്ച്, ഒരാൾ ഭാവിയാണിൽ മാർത്തടിച്ച് താൻ അങ്ങനെ പോകുന്നതായി കാണാൻ കഴിയും. അവിടെ ദൈവം
തന്നെത്താൻ താഴ്ത്തി മറുത്തടിച്ചവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടെന്നാണ്. ഈ രണ്ട് ശൈലിയിലുള്ള പ്രാർത്ഥന ഇന്ന് ബന്ധുക്കോസുകാരുടെ ജീവിതത്തിലുണ്ടാകും. ഒരിക്കൽ ഉയർത്തി പ്രാർത്ഥിക്കും, പിന്നീട് താഴ്ത്തി പ്രാർത്ഥിക്കും. ഇങ്ങനെ രണ്ട് രീതിയിൽ ബന്ധുക്കോസ് തലങ്ങളിൽ പലതിൽ നിന്ന് കേൾക്കാനിടയായിത്തീരും. അതുകൊണ്ട് പ്രീശലാമേ അലലിയ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥന പോലും സമീപസ്ഥനായി നിൽക്കുന്ന ദൈവത്തിൻ്റെ അരികിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും നീതീകരിച്ച് പ്രാർത്ഥിക്കില്ല. ഹല്ലേലൂയ, സ്തോത്രം. മറ്റ് ഒരാൾ കേൾക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥനയും പാടില്ല. ശൈലിയിൽ ദൈവത്തോട് നമ്മുടെ സങ്കടങ്ങളെ ബോധിപ്പിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. അല്ലാതെ മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും നീതീകരിച്ചുള്ള പ്രാർത്ഥനയും പിന്നെ ആരുമില്ലാത്ത സമയത്ത് സ്വന്തം ഞാൻ പാവിയാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് തെറ്റാണ്. കാരണം യേശു ക്രിസ്തു നമ്മുടെ കാൽവരി രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരണം പാവങ്ങളെല്ലാം കഴുകി. ഇനി നമ്മുടെ പാവിയല്ല, നീതിമാന്മാരുടെ പട്ടികയിൽ സ്തോത്രം നമ്മെ പേരെഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് ചുങ്കക്കാരൻ്റെയും ലേവിയൻ്റെയും പ്രാർത്ഥിക്കുന്ന പോലെ ഈ രണ്ട് സ്വഭാവമുള്ള പ്രാർത്ഥന കളയണം. ദൈവഭക്തന്മാർ പ്രാർത്ഥിക്കുന്ന രീതിയിലാവണം. അപ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. കൃപ വേണം, കൃപ വേണം. കൃപയിൽ പ്രാർത്ഥിക്കണം, കൃപയ്ക്കായി പ്രാർത്ഥിക്കണം. ദൈവകൃപ എന്നെങ്കിൽ ദൈവിക അടിസ്ഥാനത്തിൽ നിലനിൽപ്പാനിടയായിത്തീരും. ദൈവത്തിൻ്റെ വചനമൊക്കെ പഴയ നിയമത്തിലും ഭക്തന്മാർ കൃപ നൽകി, പുതിയ നിയമത്തിലും ദൈവം കൃപ കൊടുത്താണ് ദൈവം പലരെയും നടത്തിയത്. കൃപ നഷ്ടമാക്കുന്ന ജീവിതവും കൃപ നഷ്ടമാക്കുന്ന സംഭാഷണവും കൃപ ഇല്ലാതാകുന്ന പെരുമാറ്റവും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. ഒന്ന്, കൃപ നഷ്ടപ്പെടുന്ന സംസാരം. രണ്ട്, കൃപ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലുള്ള സ്വഭാവങ്ങൾ കളഞ്ഞെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ ദൈവ അനുഗ്രഹത്തിൽ നിലനിൽപ്പാനിടയായിത്തീരും. ദൈവത്തിൻ്റെ വചനം പറയുന്ന കൃപയിലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. കൃപ എന്ന് പറയുമ്പോൾ അർഹതയില്ലാത്ത സ്ഥാനത്ത് നിന്ന് യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് നമ്മെ അർഹതയും യോഗ്യതയാക്കിയതാണ് കൃപ. നമ്മളോട് കനിഞ്ഞതാണ് ദൈവം. അതുകൊണ്ട് കൃപ വിട്ട് ക്രമം കെട്ട് ജീവിക്കുമ്പോൾ കൃപ നഷ്ടപ്പെടും. ക്രമം കെട്ട് ജീവിച്ചാൽ കൃപ നഷ്ടപ്പെടും. ഒന്ന്, നാം കൃപ നഷ്ടപ്പെടാത്ത രീതിയിൽ ക്രമമായി ജീവിക്കണം. ഒന്ന്, ക്രമം കെട്ട് ജീവിച്ചാൽ കൃപ നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. എന്നിൽ കേൾക്കുന്ന പ്രിയരെ, സ്തോത്രം. ഇത് കൃപയുഗമാണ്. കൃപയ്ക്കായി പ്രാർത്ഥിക്കണം. പഴയ നിയമത്തിൽ നോഹിക്ക് കൃപ ലഭിച്ചതാണ് കൃപ. കൃപയുടെ പ്രാധാന്യത പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കൃപ. കൃപയില്ലാതെ പ്രാർത്ഥിക്കാം, പ്രസംഗിക്കാം, ഉപവസിക്കാം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനമില്ലാതാവും കൃപയില്ലെങ്കിൽ. കൃപ ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ആ സ്തോത്രത്തിലൂടെ നമുക്ക് ആത്മീയമായി വളരാൻ കഴിയും. അതാണ് കൃപയുടെ ഒരു ഘടകം എന്ന് പറയുന്നത്. ആത്മീയ നൽവരങ്ങൾ കൃപ തരുന്നതാണ് കൃപ. കൃപയിലാണ് എല്ലാ കൃപാവരങ്ങൾ നിറഞ്ഞിരിക്കുന്നത്. കൃപാവരങ്ങൾ എന്നാണ് പറയുന്നത്. കൃപാവരങ്ങൾ, കൃപവരം, കൃപാവരങ്ങൾ ദൈവത്തിൻ്റെ സന്നിധി പ്രാപിക്കാൻ കഴിയും. അത് ഈ പറയുന്ന പോലെ ദൈവമില്ലാത്ത തെറ്റായ വാക്കുകൾ സംസാരിച്ചു കഴിഞ്ഞാൽ കൃപ നഷ്ടപ്പെടും. ജീവിതം നമ്മൾ ശരിയായി ജീവിച്ചില്ലെങ്കിൽ കൃപ നഷ്ടപ്പെടും. പ്രൈസലോട്. ദൈവത്തിൽ നിന്ന് നമ്മൾ കൃപ പ്രാപിച്ചെടുക്കണം. പിന്നെ ഉപവസിക്കുന്നത് പലരും പറയും കൃപയ്ക്ക് വേണ്ടിയാണെന്നുള്ളത്. കൃപയ്ക്ക് വേണ്ടി മാത്രമല്ല, ഉപവസിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്
ക്രിസ്തുവായിട്ട് ജീവിക്കുവാനാണ് ഉപവസിക്കുന്നത്. കാരണം ദൈവമായിട്ട് വസിക്കുക ഉപവാസം. ഉപവാസം കഴിഞ്ഞാലും പിന്നെ ദൈവമായിട്ട് ബന്ധത്തിൽ ജീവിക്കാനും കൂടെയാണ്. 21 ദിവസമോ അല്ല 40 ദിവസമോ ഉപവസിക്കുമ്പോൾ, ഉപവാസം ദൈവത്തോട് വസിക്കുമ്പോൾ പിന്നോടുള്ള കാലങ്ങളിൽ ദൈവത്തോട് വസിച്ച് ജീവിക്കേണ്ടിയും കൂടെയാണ്. പിന്നെ ചില വർഷങ്ങൾ കഴിയുമ്പോൾ വീണ്ടും 21 ദിവസത്തെ ഉപവാസം അല്ലെങ്കിൽ 40 ദിവസത്തെ ഉപവാസത്തിലിരിക്കുന്നു. ദൈവത്തോട് വസിച്ചുകൊണ്ട് പിന്നുള്ള ദിവസങ്ങൾ ദൈവമായിട്ട് വസിച്ച് ജീവിക്കുവാനാണ് ആ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ശിഷ്യന്മാർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും പോയിരുന്നു. കാരണം അത് ദൈവമായുള്ള ബന്ധത്തിൽ അങ്ങനെ പോവുകയും അവർ ഉപവാസം കൊണ്ട് തീരുന്നില്ല. ചിലർ വിചാരിക്കും 40 ദിവസം ഉപവാസം കഴിഞ്ഞാൽ തീർന്ന്, 21 ദിവസം കഴിഞ്ഞാൽ തീർന്നില്ല. അതിൻ്റെ ഉപവാസത്തിലിരിക്കുന്നതിൻ്റെ ഫലം തുടർന്ന് ചില നാളുകൾ കഴിയുമ്പോൾ അത് ഉണ്ടാവും. അപ്പോഴുണ്ടായില്ലെങ്കിലും കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ ഫലം തിരിച്ചുണ്ടാവും. പിന്നെ നമ്മൾ ദൈവത്തോട് വസിക്കാനും കൂടെയാണ്. ദൈവത്തോട് വസിക്കുകയും പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും ചെയ്യും. അതാണ് ഉപവാസം എന്ന് പറയുന്നത്. ഉപവാസം എന്ന് പറയുമ്പോൾ പച്ചവെള്ളം കുടിച്ച് തന്നെയാണ്. ആഹാരമൊന്നും കഴിക്കാതെ, ഭക്ഷണമൊന്നും കഴിക്കാതെ നല്ല രീതിയിൽ ദാഹിക്കും വെള്ളം കുടിച്ച് ഒക്കെ പ്രാർത്ഥിച്ച് ദൈവത്തോട് കരഞ്ഞുമൊക്കെ ഇരിക്കുമ്പോൾ ദൈവത്തോട് നമ്മൾ വസിക്കുക. പിന്നീട് പിന്നീട് വസിക്കേണ്ടതിനും കൂടെ ഒന്ന് ഉപവാസം ദൈവത്തോട് വസിക്കുകയാണ്. പിന്നുള്ള നാളുകൾ തീരുമ്പോൾ ദൈവത്തോട് വസിക്കാനും കൂടെയാണ്, ജീവിക്കാനും കൂടെയാണ് ആ ഉപവാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലത്തിൽ കൂടെ ജീവിക്കുവാൻ വേണ്ടി കൂടെയാണ് ഉപവാസം എന്ന് പറയുന്നത്. ദൈവവുമായി ബന്ധത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉപവസിക്കുന്നത് നല്ലതാണ്. എന്നിൽ കേൾക്കുന്ന പ്രിയരെ, ചിലർ 3 ദിവസം ഉപവസിക്കുന്നുണ്ട്, നല്ല കാര്യം തന്നെ. ദൈവത്തോട് വസിക്കുക 3 ദിവസം. അത് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൂടെ വസിക്കേണ്ടതിനും കൂടെ. സ്തോത്രം. ഉപവാസം ശരിക്കും പറഞ്ഞാൽ ദൈവമായിട്ടുള്ള വലിയൊരു ബന്ധമാണ്. സ്തോത്രം. ഉപവസിക്കുന്നെങ്കിൽ നാം ദൈവത്തെ ആയിട്ടുള്ള വലിയ ബന്ധമാണ്. ആ ബന്ധത്തിൽ നിന്ന് പിന്നെ പിരിഞ്ഞു പോകുന്നില്ല ഒരു ബന്ധമാണ് ഉപവാസം. നമ്മൾ പ്രാർത്ഥിക്കും, ആരാധിക്കുന്നു, ദൈവം കേൾക്കും. ഉപവസിക്കുന്നു. 1 പ്രാർത്ഥിക്കുന്നു, 2 ആരാധിക്കുന്നു, 3 ഉപവസിക്കുന്നു, 4 ദൈവമായിട്ടുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. പ്രൈസ് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മോടുള്ളതായ ദൂതുകൾ, നമ്മോടുള്ള അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ കേട്ട് അത് വിടുതൽ പ്രാപിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ദൈവമായിട്ട് ബന്ധത്തിൽ വസിച്ച് ജീവിക്കുമ്പോൾ അഴക്ക് സംസാരങ്ങൾ സംസാരിക്കാൻ പാടില്ല. ചള്ളു വാക്കുകൾ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ സംസാരിച്ചാൽ നമ്മൾ പ്രാപിച്ച ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടും. കൃപയില്ലാത്തവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ലോകജാതികളെ പോലെ തന്നെ. കൃപയില്ലെങ്കിൽ ലോകജാതികളെ പോലെ. കൃപയുണ്ടെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ്. ലോകമനുഷ്യന് ദൈവമായിട്ട് ബന്ധമില്ല, അത് കൃപയില്ല. ദൈവമായിട്ട് ബന്ധമില്ല എന്നുപോലാവും. എന്ന് പറഞ്ഞാൽ നാം പ്രാപിച്ചിരിക്കുന്ന കൃപ നഷ്ടമാക്കിയാൽ ലോകമനുഷ്യനെ പോലാവും. പിന്നെ ദൈവമായിട്ട് ബന്ധമില്ല. നാം പ്രാപിച്ച ദൈവത്തിൻ്റെ കൃപ സൂക്ഷിച്ച് ജീവിച്ചാൽ ദൈവമായിട്ട് ബന്ധത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കൊരപ്പനുണ്ട്, യേശു ക്രിസ്തു. ആ യേശുവായിട്ടുള്ള ബന്ധത്തിലാണ് നാം ജീവിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അനുദിനമായ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിഘട്ടങ്ങൾ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ നാം ദൈവമായിട്ട് വസിക്കുന്നത് കൊണ്ടാണ്
ദൈവം നമ്മെ ഈ വരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നമ്മെ വിടുവിച്ച് ദൈവത്തിൻ്റെ ഉള്ളകയിൽ വഹിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് നാം എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തണം. ഇതുവരെ ഉപവസിച്ചിട്ടില്ലെങ്കിൽ ഉപവസിക്കണം, കൃപ പ്രാപിക്കണം, ദൈവകൃപയിൽ ആശ്രയിക്കണം. ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കണം. ഹല്ലേലൂയ. ഈ രാവിലെ തൊട്ട് വെള്ളം കോരിട്ട് വൈകുന്നേരമാകുമ്പോൾ കല്ലിട്ടുടയ്ക്കുക എന്നുള്ളൊരു പ്രക്രിയ ചിലർക്കുണ്ട്. അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വെള്ളം കോരും, വൈകുന്നേരമാകുമ്പോൾ കല്ലിട്ടുടയ്ക്കും. പ്രയോജനമില്ല, കോരിയ വെള്ളമെല്ലാം പോകും എന്ന് പറയുന്നത് പോലാണ്. കൃപയിൽ വളർന്ന് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വാക്കുകൾ സംസാരം വേണ്ടാതാനും പറഞ്ഞ് ജീവിക്കുമ്പോൾ ആ കൃപ നഷ്ടപ്പെടും. ഇല്ല. അപ്പോൾ സ്തോത്രം, ഒന്നേ നമ്മെ സൂക്ഷിച്ച് ജീവിക്കണം. സംസാരത്തിൽ, ചിന്തയിൽ, പ്രവൃത്തിയിൽ, വാക്കിൽ, കൊടുവിൽ, ജീവിതത്തിൽ, എല്ലാത്തിലും കൃപയിൽ ആശ്രയിച്ച് ജീവിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കൃപയിൽ വളരാൻ കഴിയൂ. കൃപയിൽ നമുക്ക് മുന്നേറാൻ കഴിയും. സ്തോത്രം. കൃപയുള്ളവനെ പിശാചിന് തൊടാൻ കഴിയില്ല. പിശാചിൻ്റെ പദ്ധതിയിൽ പൊളി. കൃപയുള്ളവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിശാചിൻ്റെ പദ്ധതിയിൽ പൊളിയും. കൃപയുള്ള ആരാധിച്ചാൽ പ്രൈസലാമേ പിശാചിൻ്റെ പദ്ധതിയിൽ ഒടിഞ്ഞു പോകും. സ്തോത്രം. കൃപയുള്ളവൻ പ്രസംഗിച്ചാൽ അവിടെ വലിയ വിടുതൽ നടത്തും, വലിയ വിടുതൽ നൽകും ദൈവം. സ്തോത്രം. ശുശ്രൂഷ മേഖലകൾ കൃപയുള്ളവന് അസൂയ ഉണ്ടാവില്ല, കൃപയുള്ളവന് കുശമ്പുണ്ടാവില്ല, കൃപയുള്ളവന് അഹങ്കാരം ഉണ്ടാകില്ല, കൃപയുള്ളവന് നിഹളം ഉണ്ടാകില്ല. ഒന്ന്, കൃപയുള്ളവന് അഹങ്കാരം ഉണ്ടാകില്ല. രണ്ട്, കൃപയുള്ളവന് പ്രൈസലാമെ ഹല്ലേലൂയ വേണ്ടാതാനും പറയില്ല. ദൈവികമായ ബന്ധത്തിൽ അവർ ജീവിക്കും. അതാണ് കൃപ. ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ ജീവിക്കുവാൻ ഇടവരാതെ, ഈ ലോകത്തിൻ്റെ അന്ധകാരത്തോട് ബന്ധപ്പെട്ട് ജീവിക്കാതെ, സ്തോത്രം, കൃപയിൽ നാം ജീവിക്കണം. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെക്കുറിച്ച് വിളിച്ചറിയിക്കുന്നത്. ഹല്ലേലൂയ. കൃപ, സ്തോത്രം, ഒരുവൻ്റെ മേലിൽ വന്നാൽ സ്തോത്രം വലിയ അത്ഭുതങ്ങൾ നടക്കും. വലിയ അത്ഭുതങ്ങൾ നടക്കും, ഇനി യാതൊരു സംശയമില്ല. സ്തോത്രം. ദൈവത്തിൻ്റെ ദാസന്മാർക്കൊക്കെയും ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. കൃപയിൽ നിലനിൽക്കണം. കൃപയോടെ നാം ജീവിക്കണം. മനുഷ്യൻ നോക്കുന്ന രീതിയിലുള്ള ഒന്നും നമ്മുടെ ജീവിതത്തിൽ പുറമെ കണ്ടില്ലെങ്കിലും സ്തോത്രം, ഹല്ലേലൂയ, കൃപ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി ദൈവം അനുഗ്രഹമായ നിലയിൽ നടത്തുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യാനികളായിരിക്കുന്ന എല്ലാവർക്കും എന്തും സംസാരിക്കുവാനോ എന്തും പറയുവാനോ എങ്ങനെ ജീവിക്കുവാനോ തോന്നിയണക്ക് ജീവിക്കാനൊന്നും ദൈവത്തിൽ അനുവാദമില്ല. അങ്ങനെ പോയാൽ നമ്മൾ പ്രാപിച്ചിരിക്കുന്ന കൃപയെല്ലാം നഷ്ടപ്പെടും. കേവലം ഒരു മനുഷ്യനെ പോലാവും. സിംസോൻ വലിയ ശക്തനായ ഒരു യോദ്ധാവായിരുന്നു. തൻ്റെ കൃപയെല്ലാം ചോർന്നു പോയത് എങ്ങനെയാണ്? തൻ്റെ ശക്തി ഇല്ലാതായത് എങ്ങനെയാണ്? സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് അനുസരിക്കാതെ, വിധേയപ്പെടാതെ സ്തോത്രം ജീവിച്ച് മുന്നോട്ട് പോയതുകൊണ്ട് അവസാനം സിംസോൻ ഒരു സാധാരണ മനുഷ്യനെ പോലെ പ്രൈസലാമെ മരിച്ചുപോയി. അതെങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ സ്തോത്രം, ദൈവകൃപ നഷ്ടമാക്കി സിംസോനിൽ പകർന്നിരിക്കുന്നതായ ദൈവത്തിൻ്റെ ശക്തി താൻ വേണ്ട രീതിയിൽ തിരിച്ചറിയാഞ്ഞതുകൊണ്ട്, താൻ വേണ്ട രീതിയിൽ മനസ്സിലാക്കാഞ്ഞതുകൊണ്ട് തൻ്റെ ഈ ലോക ജീവിതത്തിൽ ഈ ലോകത്തോട് അനുരൂപമായി പാപത്തോട് അവൻ ഇണങ്ങിയതിൻ്റെ ഫലമായി അവനിലുള്ളതായ ദൈവത്തിൻ്റെ
വലിയ ശക്തി നഷ്ടപ്പെട്ടത് എന്നാണ് വേദപുസ്തകം നമ്മെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഈ ലോകത്തിൽ ക്രൈസ്തലാമിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കൃപ, എൻ്റെ നിൻ്റെ കൃപ നഷ്ടപ്പെടുന്നതായ പല പ്രവൃത്തികൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിനെ ജയിച്ച് പ്രാർത്ഥിച്ച് ജയമെടുക്കുമ്പോഴാണ് ആ ശക്തി മാറി കൃപയിൽ നമ്മെ നടത്തും. കൃപയോടെ പ്രാർത്ഥിച്ചുവൊക്കെ ദൈവത്തിൻ്റെ വലിയ അത്ഭുതം അവിടെ നടക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ശക്തനായ ദൈവം, വിടുവിക്കുന്ന ദൈവം, മഹാദൈവമുള്ള ദൈവം, സ്തോത്രം, അൻപുള്ള ദൈവം, കരുണയുള്ള ദൈവം, ഇസ്ലാമെ കൃപ തോന്നി നമ്മെ കടാക്ഷിക്കുന്ന ദൈവമാണ്. ഇസ്ലാമെ ഹല്ലേലൂയ, സ്തോത്രം. കൃപയുടെ വളർച്ചകൾ പലവിധമാണ്. കൃപയിൽ വളരാൻ കഴിയും. സ്തോത്രം. ദൈവത്തിൻ്റെ കൃപയിൽ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ കൃപയിൽ നന്മ പ്രാപിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ കൃപയിൽ കൂടെയാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ഭൗതിക നന്മകൾ, ആത്മീയ നൽവരങ്ങൾ, ഉയർച്ചകൾ ഒക്കെ ദൈവത്തിൻ്റെ കൃപയിൽ കൂടെയാണ് ലഭിക്കുന്നത്. അനേക ഉയർച്ചകൾ ലോകത്തിൽ ദൈവം വെച്ചിട്ടുണ്ട്. മനുഷ്യന് കയ്യിൽ ഏൽപ്പിക്കുവാൻ ദൈവികമായ അനേക ഉത്തരവാദിത്തങ്ങൾ, പദ്ധതികൾ, പ്ലാനും, വലിയ വലിയ സ്ഥാനങ്ങൾ, മാനങ്ങൾ ദൈവം പലയിടത്തും ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് പ്രൈസലാമിൽ നൽകുന്നത് കൃപ ഉള്ളവരിൽ ഏൽപ്പിക്കുകയാണ്. അവരെ കാത്തിരിക്കുകയാണ്. ആത്മീയ ശുശ്രൂഷകൾ, ആത്മീയ ആരാധനാലയങ്ങൾ കൃപയുള്ളവരെ ഏൽപ്പിക്കുവാൻ ദൈവം ആലോചനയിടുകയാണ്. അതിൽ കൂടെ വലിയ ഉന്നതമായ നിലയിൽ അനുഗ്രഹിപ്പാൻ ദൈവത്തിൻ്റെ പദ്ധതികളുണ്ട് ലോകത്തിൽ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയിലാണ് ഈ വളർച്ചകളെല്ലാം ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ അനുദിനമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ ദൈവകൃപയുണ്ടെങ്കിൽ പ്രൈസലാമേ ദൈവം അതിനൊക്കെ പരിഹാരം തരുവാൻ ശക്തനായ ദൈവമാണ്. ദൈവവചനം അവിടേക്ക് വായിക്കുമ്പോഴും യാതൊരു യോഗ്യതയില്ലാതിരുന്ന മനുഷ്യനെ പ്രൈസലോ ദൈവകൃപ നൽകി വലിയ ഉന്നത നിലകളിൽ ദൈവം എത്തിച്ചിട്ടുണ്ട്. തിരുവചനത്തിലുണ്ട്. പല ഭാഗങ്ങളിലും പലരുടെ ജീവിതത്തിലും ദൈവം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാണ് ദാവീദ്. ഇസ്രായേലിൻ്റെ മധുരഗായകനായ ദാവീദിന് ദൈവത്തിൻ്റെ കൃപ കൊടുത്ത് ഉന്നതമായ രാജകീയ പദവി കൊടുത്തു. ഹലോ പ്രൈസ് അല്ലാമേ, ഹല്ലേലൂയ. ഇന്നും പ്രൈസ് അല്ലാമേ ദൈവം കൃപയുള്ളവരെ വലിയ ഉന്നതമായ സ്ഥാനത്താക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഒരു കാര്യം ഓർത്തോണം, കൃപയുണ്ടെങ്കിൽ പദ്ധതിയും ഉണ്ടാവും. ഈ കൃപ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് കടമ ഞാനും നീയും അത് ഓർത്തോളണം. പ്രൈസ് അല്ലാമേ, ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ ഭക്തിയില്ലാത്ത ജീവിതം, പ്രൈസ് അല്ലാമേ, അങ്ങനെ ജീവിക്കുമ്പോൾ സ്തോത്രം ദൈവത്തിൻ്റെ കൃപ വരില്ല. ദൈവത്തിൻ്റെ കൃപ പ്രൈസ് അല്ലാ നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ദൈവം പ്രൈസ് അല്ലാ വലിയ വിടുതലുകളെ നൽകുന്ന ദൈവമാണ്. കൃപയോടുള്ള പ്രാർത്ഥന ദൈവം കേൾക്കും. പ്രൈസ് അല്ലാമേ. കൃപയോടുകൂടിയുള്ളതായ സംസാരം ദൈവത്തിന് അനുഗ്രഹമായി തീരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് എന്നിൽ കേൾക്കുന്ന പ്രിയരെ, ദൈവം നമുക്ക് സമീപസ്ഥനായി തന്നെ ഉണ്ട്. ഒരു ദൂരസ്ഥനായ ഒരു ദൈവമല്ല നമ്മുടെ കർത്താവ്. നമ്മുടെ സമീപസ്ഥനായി പ്രൈസ് ദി ലോർഡ് ഉയർത്തെഴുന്നേറ്റ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നീ പ്രാപിച്ചിരിക്കുന്നതായ കൃപ നഷ്ടമാക്കാതെ ദൈവസ്ഥാനത്തിൽ കൃപ ഇരട്ടി പ്രാപിച്ചുകൊണ്ട് ദൈവസ്ഥാനത്തിൽ ജീവിക്കണം. എലീശ പ്രാർത്ഥിച്ച് ഈ ശക്തി പോരാ, ഇരട്ടി ശക്തി നൽകണമേ എന്ന് പറഞ്ഞപ്പോൾ എലിയാവിനെയും കാഴി ഇരട്ടി ശക്തി നൽകണമെന്ന് പറഞ്ഞപ്പോൾ ഇരട്ടി ശക്തി യോഗയും കൊടുത്തു. ദൈവം ഒരു പുതിയ കൃപ ഇരട്ടി കൊടുത്തു. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ വരങ്ങൾ നാം പ്രാപിച്ച് ദൈവസ്ഥാനത്തിൽ നിലനിൽക്കുമെങ്കിൽ വലിയ
നന്മയിൽ കൂടെ നടത്തുവാൻ ഒരു വലിയവനായ ദൈവമുണ്ടെന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമ്മുടെ ദൈവം സമീപസ്ഥനായ ദൈവമാണ്. ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഗ്രഹിക്കുന്നു. ദൈവനാമം ഉണ്ടാകട്ടെ. ആമേൻ.